ഇസ എവിടെ പോണേ? ഹായ് ഹലോ. ഈസ പറഞ്ഞതുപോലെ നമ്മൾ കൊച്ചിയിൽ കല്യാണം കൂടാൻ വന്നേക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ച ആയപ്പോഴത്തേക്കും കൊച്ചിയിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കല്യാണമൊക്കെ കണ്ടിരുന്നു. അവിടെ വ്യത്യാസമാണ് കേട്ടോ, നമ്മുടെ ഇവിടുത്തേനേക്കാളും കുറച്ചുകൂടി വ്യത്യാസമായിട്ട് തോന്നി. കാരണം കല്യാണച്ചക്കന് പെണ്ണിൻ്റെ ബന്ധുക്കാർ ഓരോരുത്തർ മാറി മാറി മോതിരം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ കോട്ടൺ ക്യാൻഡി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈസ ഭക്ഷണത്തിന് മുമ്പ് തന്നെ വാശി പിടിച്ചപ്പോൾ അതൊരെണ്ണം മേടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കല്യാണമൊക്കെ കണ്ടിരുന്നേണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അധികം മസാലയൊന്നും ഇല്ലാത്ത, അധികം കുത്തോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്ത നല്ല ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല റൈസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പിന്നെയും നമ്മൾ കോട്ടൺ ക്യാൻഡിയൊക്കെ മേടിച്ച് കൊടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബീച്ചിലേക്ക്, അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പോൾ നമ്മളവിടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോയി. പക്ഷേ ഭയങ്കര മോശമായിട്ടാട്ടോ ഇപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അവസ്ഥ. ഭയങ്കര വിഷമം തോന്നി കേട്ടോ. കാരണം വേസ്റ്റായിട്ടും ഭയങ്കര സ്മെല്ലും അതേപോലെ ഒരു വൃത്തി ഒന്നുമില്ല. നമ്മൾ നേരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ ഉള്ളൊരു ഭംഗിയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഭയങ്കര മോശമായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് കിടക്കുന്നത്. ഒരു വൃത്തിയില്ല, ഒന്നുമില്ലാതെ. അപ്പം നമ്മളവിടെ കുറച്ച് നേരം എന്തായാലും വന്ന സ്ഥിതി കുറച്ച് നേരം കാറ്റ് കൊണ്ടിരുന്നു. ഷിപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവൻ അവിടെ കിടന്ന് ഓട്ടോ ഒമ്പാച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ അനീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കളിപ്പാട്ടം വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കറങ്ങുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അതൊക്കെ മേടിച്ചു. അപ്പോൾ അത് അവൻ മേടിക്കണ കണ്ടപ്പോൾ എൻ്റെ അനീതിക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ബബിളിൻ്റെ സാധനമൊക്കെ മേടിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളൊക്കെ നമ്മളവിടെ കാറ്റ് കൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഇവർ ഓടിക്കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ സുഭാഷ് പാർക്കിൻ്റെ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർത്തോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, പക്ഷേ തിരക്ക് കണ്ടപ്പോഴാണ് നമ്മൾ എന്താണ് പ്രോഗ്രാം എന്നൊക്കെ അറിഞ്ഞത് കേട്ടോ. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിഷാരടിയുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല പല ആക്ടിവിറ്റീസ് സെക്ഷനായിട്ടൊക്കെ, ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ ഒരു പ്രോഗ്രാം അപ്പുറത്ത്, അങ്ങനെ പല സെക്ഷനായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പ്രോഗ്രാമായിരുന്നു. മലയാള മനോരമയുടെ പ്രോഗ്രാമായിരുന്നു കേട്ടോ. നമ്മുടെ 1888 തുടങ്ങിയിട്ടുള്ള മലയാള മനോരമയുടെ കാര്യങ്ങൾ തൊട്ടുള്ള ഫ്രണ്ട് പേജും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2025 വരെയുള്ളതും രാഹുൽ ഗാന്ധി മരിച്ചതും പല കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഫ്രണ്ട് പേജും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പല പല കാർട്ടൂൺസും കാര്യങ്ങളുണ്ടായിരുന്നു. പല പല കവികളുടെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മമ്മൂട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അവിടെ ഫുഡിൻ്റെ ഒക്കെ കൗണ്ടറും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെയിൻറ്റിങ് തന്നെ പല പല തരത്തിലുള്ള വേസ്റ്റിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രേം നസീറിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും യേശുദാസിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി നമ്മുടെ എറണാകുളം ജില്ലയിൽ വെച്ച് നടന്ന ഒരു ബെസ്റ്റ് പ്രോഗ്രാം എന്ന് തന്നെ തോന്നി കേട്ടോ. കാരണം നമുക്കവിടെ പോയി ഒരു ബോറടിയില്ല, കാരണം അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ m4marry.comൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ട്, ഒരു കമ്പി ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് ഒരു മരത്തിനെ കവർ ചെയ്തിട്ട് ആ മരത്തിൻ്റെ താഴെ ആ കമ്പിയിലായിട്ട് ഒരു കീല് അവർ നടത്തി കൊടുത്തിരിക്കുന്ന കല്യാണങ്ങളുടെ പേരും ചെക്കൻ്റെയും പെണ്ണിൻ്റെ പേരുകളൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ കപ്പിൾസിനായിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ ഡാൻസ് കളിക്കാനുള്ളൊക്കെ ഒരു പല പല ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പസിൽസായിട്ടും ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ്, പാട്ട് വേണമെങ്കിൽ പാട്ട്, ഏത് തരം ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ചെയ്യാം കേട്ടോ. ഒരു പെർമിഷനോ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ഫീസ് ഒന്നും ഇല്ലാത്തൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നല്ല പോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോഡ്വേയിൽ പോയിട്ട് കുറച്ച് ഡെയിലി വെയേഴ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചപ്പോൾ തന്നെ നമ്മൾ രാത്രിയായിട്ട് ടൈം ആകെ ലേറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ.